നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്, ഈ ഒരു സെന്റിമെന്റ് എങ്ങനെയാണ്, നമ്മളത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ അല്ല മുൻ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. നമുക്കൊരു ഇൻട്രാഡേയിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്താലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിഫ്റ്റിനെ എക്സാക്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം നിഫ്റ്റിയുടെ ആ ഒരു ട്രെൻഡ് മുകളിലേക്ക് താഴത്തേക്കോ എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എപ്പോഴും. പക്ഷെ ആ ഒരു ട്രെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ഒരു കുറച്ച് ദിവസം മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡ് വരുന്നത് വരെ എക്സാക്റ്റ് ആയിട്ട് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ട് കിട്ടുക. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആയാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് ഇന്നത്തെ ഈ ഒരു മൊമെന്റം മിസ്സായി കാണും. കാരണം നമ്മൾ പറഞ്ഞിരുന്നു 22,520 മുകളിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന്റെ താഴത്തേക്ക് വന്നാൽ തന്നെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ പറഞ്ഞത് ശ്രദ്ധിക്കുക, എക്സാക്റ്റ് ആയിട്ട് ഇവിടെ പ്ലാൻ തന്നിരിക്കുന്നത് ഇതിന്റെ താഴത്തേക്ക് ജസ്റ്റ് ഒരു ചെറിയ ക്യാൻഡിൽ തന്നെ ക്ലോസ് ചെയ്താൽ തന്നെ നമുക്ക് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,475 സപ്പോർട്ട്. 22,475 ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് നിഫ്റ്റി ഒന്ന് ശ്രമിച്ചായിരുന്നു. അതിനുശേഷം 22,475 താഴത്തേക്കും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷമായിരുന്നു നമ്മളൊരു സപ്പോർട്ട് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു സപ്പോർട്ട് 22,440. അപ്പൊ നിഫ്റ്റിയിൽ 440 ബൗൺസ് ചെയ്യാൻ നോക്കി 400. പക്ഷെ ഒരു വോളറ്റൈൽ മൊമെന്റ് ആയിരുന്നു. 400-440 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് റേഞ്ച് ആയിരുന്നു. പക്ഷെ ആ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അപ്പൊ 400 വിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു സപ്പോർട്ട് നമ്മൾ നൽകിയിട്ടില്ല. സപ്പോർട്ട് പറഞ്ഞത് 300 അടുത്താണ് സപ്പോർട്ട് എന്ന് പറഞ്ഞത്. പക്ഷെ മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ടാണ് ആ 300 ഭാഗത്തേക്ക് മൂവ് ചെയ്തത്. ഒരു ഹൈ വോളറ്റാലിറ്റിയിലാണ് അത് മൂവ് ചെയ്തത്. എക്സാക്റ്റ് ആയിട്ട് 400 വിട്ടതോടുകൂടി നമ്മൾ പിന്നെ പറഞ്ഞ 440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഇൻ കേസ് അത് സസ്റ്റെയിൻ ചെയ്താൽ ഏറ്റവും ചെറിയ റിസ്കിൽ ട്രേഡ് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ എല്ലാ ദിവസത്തെ വീഡിയോസിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിഫ്റ്റി ആയാലും അതിനുശേഷമായാലും തുടർച്ചയായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു മാർക്കറ്റ് എൻഡ് വരെ. പക്ഷെ വോളറ്റൈലാണ്, ഇടയ്ക്ക് ഒരു ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഫെയിലിയർ ആയിക്കൊണ്ട് അവസാനത്തെ ഒരു സെക്ഷൻ വരെ ഒരു നെഗറ്റീവ് സെന്റിമെന്റിലായിരുന്നു നിഫ്റ്റിയുടെ ഒരു മൊമെന്റം. നിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കുക. നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ ക്യാൻഡിൽ വന്നു എന്ന് കരുതി ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആയിട്ട് അത് കിട്ടണമെന്നില്ല. നമുക്ക് ആ ഒരു വലിയൊരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തിട്ട്, കാരണം ഈ ഒരു ട്രെൻഡ് ഇപ്പോഴും അത് എക്സാക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ഒരു ട്രെൻഡ് ആയിട്ടില്ല. അപ്പൊ ഇപ്പോഴത്തെ റൈറ്റ് ട്രെൻഡിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് പൊസിഷനിൽ ഒരു വ്യൂ പറയാനായിട്ട്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിലെ സപ്പോർട്ട് നമുക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയിലും നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. നിഫ്റ്റിയുടെ 22,400 വിട്ട് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് പറഞ്ഞിരുന്നത് 22,300 സപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സപ്പോർട്ടിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അതായത് 22,300 എന്നൊരു സപ്പോർട്ടിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിൽ ഏതാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക? ഇപ്പോൾ ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക ഈ ഒരു ലെവലായിരിക്കും. 22,375 അടുത്താണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. 22,375. അതുപോലെ തന്നെ ഒരു റേഞ്ചാണ്. ഹയർ ലെവലിനും റെസിസ്റ്റൻസ് ഉണ്ട്. 22,420. 400 420 റെസിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു ഹൈ ആണ് ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിലായാലും ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. 420 മുകളിലാണെങ്കിൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകാവുന്നതാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ 375 മുകളിലാണെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി, 375 താഴെ ഒരു ക്യാനിൽ ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ക്ലോസ് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 300 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടോ നോക്കുക. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണമെങ്കിൽ 22,375 മുകളിലേക്കെങ്കിലും നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നിരുന്നാലും റെസിസ്റ്റൻസ് ഉണ്ട്. ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു ലെവലിൽ സേഫ്. 420 ലെവലും സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് തന്നെയാണ്.
ലോവർ ലെവലായാലും നിഫ്റ്റിയുടെ സപ്പോർട്ട് കാണുന്നത് 22,260, അതുപോലെ തന്നെ 22,220. അപ്പോൾ 22,220 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,260 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ 260 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ശ്രദ്ധിക്കുക. സപ്പോർട്ടിലാണെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ, സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. ഇൻ കേസ് 22,260 താഴെ പോയാൽ 220 സപ്പോർട്ട്. 220 താഴെ പിന്നെ സപ്പോർട്ടുകൾ ഇല്ല. തിരിച്ച് 220 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ ഷോർട്ട്സ് ആൻഡ് ഒരു പൊസിഷൻ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഹയർ ലെവലിലേക്ക് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ 22,420 മുകളിൽ റെസിസ്റ്റൻസ് കാണുന്നത് 22,475 ആണ്. ലോവർ സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ്. 22,220 260 ലെവല് കുറച്ചൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് സംഭവിച്ചത് റെസിസ്റ്റൻസിന്റെ ഒരു താഴെയാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഒരു സെല്ല് ആക്റ്റീവ് ആയിരുന്നു. ഓപ്പണിങ്ങിൽ തന്നെ സെല്ല് ആക്റ്റീവായിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും അടുത്തൊരു സപ്പോർട്ട് പറഞ്ഞിരുന്നത് 47,450 ആണ്. 450 അടുത്തുനിന്ന് ഒരു ജസ്റ്റ് ഒരു ബൈ ക്യാൻഡിൽ വരാൻ നോക്കിയെങ്കിലും അതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും നെഗറ്റീവായി വീണ്ടും അടുത്തൊരു സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് 47,200 ആണ്. 200ന്റെ അടുത്തെത്തിയപ്പോഴാണ് ബാങ്ക് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി ആയ ഒരു റേഞ്ചിൽ വോളറ്റൈലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആയാലും വരും ദിവസങ്ങളിൽ റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്. ബാങ്ക് നിഫ്റ്റി ആയാലും 47,200 കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ 47,200 താഴത്തേക്ക് കുറച്ച് സമയം ഒരു ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. പക്ഷെ തിരിച്ച് കയറി കഴിഞ്ഞാൽ ചെറിയ ആ സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി 47,200 ഹോൾഡ് ചെയ്തുകൊണ്ട് 47,420 47,420 ഇതിന്റെ മുകളിലേക്ക് നിലനിന്നാൽ, അതായത് ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഒരു മുകളിലേക്ക് നിലനിന്നാൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തണം. റെസിസ്റ്റൻസ് ഏതാണെന്ന് മനസ്സിലാക്കണം. അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നായിരിക്കണം പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തേണ്ടത്. അടുത്ത റെസിസ്റ്റൻസ് 47,600, അത് കഴിഞ്ഞാൽ 47,650. അപ്പൊ ഇൻ കേസ് 47,600 മുകളിലൊക്കെ ഓപ്പൺ ചെയ്ത് 600 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സിന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോവർ ലെവല് സപ്പോർട്ട് വരുന്നത് 46,900, അതുപോലെ തന്നെ 46,710 ആണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഇത്തരം സപ്പോർട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ പറ്റും. ഇൻട്രാഡേയിൽ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വിലയേറെ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.